വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ. സോറി പറയാം. അതായത് ഗുരുനാഥനില്ലാത്ത ഗിറ്റാർ. യൂട്യൂബും ഗൂഗിളും ആണ് ഇവന്റെ ഗുരുനാഥൻ. കൺകളീരോ തീട കലവാട നെഞ്ചം താരേ പാട പറന്തോട അടിയോരു നാപ്പൊഴുതും ஒரு அப்படி நான் ரசிச்சு உயிர் கொல்லுது உன் நினப்பு கண்மணி. ஓ ஒரு 1000 மாதவில்லை உன் பூவிழி காட்டுதடி. அரை செட்டுன்னு நீ மறைச்சா நான் என்ன செய்வேன் புள்ளே. கண்களேதோ தேட பறந்தாட நெஞ்சம் தானே ഇത് വെണ്ണിലാവിന്റെ വെണ്ണ തോൽ അതല്ലേ? അത് നമ്മള് ഡി ആണോ? വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ. ചന്ദ്രകാന്തങ്ങൾ വിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. ദേവി വരപ്രസാദം തേടി വരുന്നോരെന്റെ ഈടനെഞ്ചിൽ നിറയ്ക്കുന്ന വീടയ്ക്കൻ സ്വരജനി. എന്തായി ഈ ബ്രോ എന്ന് പറഞ്ഞ അത് ഞാൻ തന്നെയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യും പുള്ളിനെ. ഞാൻ തന്നെയാണ്. പുള്ളി ഭയങ്കര ബിസിയാണ്. അതെ, എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ. ഞങ്ങൾ വന്ന് ഞങ്ങള് പണിയൊക്കെ തുടങ്ങിയായിരുന്നു. ഞങ്ങള് മറ്റേ സംഗീത സംവിധായകനാണ്, ഗിറ്റാറിസ്റ്റ് കേട്ടിട്ടുണ്ട്. അതായത് ഗുരുനാഥനില്ലാത്ത ഗിറ്റാറിസ്റ്റ്. യൂട്യൂബും ഗൂഗിളും ആണ് ഇവന്റെ ഗുരുനാഥൻ. ഞാന് നിങ്ങളുടെ ഇന്റർവ്യൂ വിളിച്ചു. ആദ്യം ഫേസ്ബുക്കിൽ അയച്ചു, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. അങ്ങനെ ആക്റ്റീവ് ആണല്ലോ ഫുള്ള്, എല്ലാ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വരാന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം വൈകിയല്ലേ നിങ്ങള്? അല്ല ഞാൻ ബോറടിയില്ല. കാരണം ഇവൻ ഗിറ്റാർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് വെളുപ്പിന് 3 മണി 4 മണിക്ക് അത് വേറെ കഥ. പിന്നെ നീണ്ടു പോകും. നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഇവിടെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചേക്കാണ്. പാട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മള് ഓരോ പാട്ടുകൾ ഇങ്ങനെ ജസ്റ്റ് എന്നോട് പറഞ്ഞു. ഇവന്റൊക്കെ എങ്ങനെ പോകുന്നു? ഇവൻ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് റീലൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയെന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. റെഡിയല്ലേ ചേട്ടാ? നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാം. അപ്പൊ നമ്മൾ എങ്ങനെ തുടങ്ങണ്ടേ? നിങ്ങൾ എന്തൊക്കെ ചെയ്തേ? നമുക്ക് കൺഫ്യൂഷൻ. ഞാൻ സ്റ്റാർ സിംഗർ അത് മനസ്സിലായി. പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ റീൽസ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവനും ഞാൻ രണ്ടുപേരും ബിസി ആയതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുതലുള്ളൂ. എന്നാലും ഇടയ്ക്ക് വിളിപ്പുറത്തുണ്ട് ആള്. പിന്നെ ഇവന് ഇവൻ്റെതായിട്ടുള്ള ഓൺ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്ന് ഇടയ്ക്ക് കൂടുമ്പോൾ നമ്മൾ ജാമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചുമ്മാ പാട്ടിലേക്ക് പോവാം. ഒരു പാട്ടൂടെ കഴിഞ്ഞിട്ട് ചോദ്യങ്ങളൊക്കെ ഇപ്പൊ എന്റെ മൊത്തം കിഴിപോയിരിക്കാം. ഇത് മറ്റേ ഇന്റർവ്യൂ പോലെ കാണല്ല കാണണ്ട. അപ്പൊ നമ്മളുണ്ടല്ല ചുമ്മാ. പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കണേ പറഞ്ഞുതരാം. നമ്മള് ലുലുലൊരു പ്രോഗ്രാം നടത്തി. എനിക്ക് അല്ല വന്ന് കയറിയപ്പോ തന്നെ എനിക്ക് പണി കിട്ടി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പണി എനിക്കിട്ട് പണി വരുമെന്നുള്ളത് എനിക്ക് അത് ഇപ്പൊ നമ്മള് ഞാനിപ്പോ നോക്കിയപ്പോ 3 ക്യാമറ ഓണാണ്. ഇത് എനിക്കിട്ടുള്ള പണിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല.
നിങ്ങള് ഇഷ്ടം പോലെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് പഴക്കും പഴക്കവും നിങ്ങൾ എല്ലാരും കൂടി പ്ലാനിങ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരുമിച്ചുള്ള പ്ലാനിങ്. അപ്പൊ ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാൻ സോറി പറയാം, ഇത്തിരി നേരം വൈകി പോയി. അപ്പൊ തുടങ്ങാം. സാറ് ഗസ്റ്റ് ആണ് താമസിച്ചു വരാം അല്ലെ? നമ്മള് കുറച്ച് നേരത്തെ ഇബ്രുവിന് വേണ്ടി, ഇബ്രുവിന്റെ ചാനലിന് വേണ്ടി ഒരു പാട്ട് നമുക്കൊന്ന് പാടിയാൽ. നമസ്കാരം, ഞാൻ ഇബ്രു ആണ്. എനിക്കിനി പറ്റുള്ള കയ്യില് പോയി. എന്നാലും അതില്ലല്ലോ, അതിന്റെ ഒരു മര്യാദ വേണമല്ലോ. നമസ്കാരം, ഞാൻ ഇബ്രു ആണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിഖിൽ രാജാണ്. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ഒരു കലാകാരനാണ്. ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. ഈ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പാട്ടുകാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പാട്ടുകാരികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ആ ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ തന്നെ ഓക്കെ എപ്പോഴാണ് വരേണ്ടത്, എവിടെയാണ് വരേണ്ടത് എന്നൊക്കെ ചോദിച്ചു. നേരത്തെ വന്നു. ക്യാമറമാനെ, എൻ്റെ ക്യാമറമാരെയൊക്കെ എല്ലാവരും സെറ്റാക്കി അവർ എന്നെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കിട്ട് പണിയൊക്കെ തന്നു. അങ്ങനെയാണ് നിഖിൽ രാജ്. എന്താണെങ്കിലും വെൽക്കം. താങ്ക് യു. അപ്പോൾ നിങ്ങളെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. എനിക്ക് കിട്ടിയ ഒരു ബോണസാണ്. കാരണം നിഖിൽ രാജ് വിളിച്ചപ്പോൾ എനിക്കൊരു ബോണസും കൂടി. ആരും ഇപ്പൊ എന്നെ നല്ല ഇനാഗുറേഷനോ അല്ലെങ്കിൽ ആരും വിളിച്ചാലും റെക്കോർഡിങ്. ഞാൻ സ്റ്റാർ സിംഗർ മുമ്പുള്ള ബന്ധമാണ് അഖിലുമായിട്ട്. അഖില അവന്റെ ചങ്ക് കൂട്ടുകാരൻ തന്നെ. എനിക്ക് വളരെ 3-4 കൂട്ടുകാരൊന്നും പറയാനില്ല കേട്ടോ. ആ വെടിക്കലിലെ ആ ടൈറ്റിലാണ് ചെയ്തത്. അവരുടെ കാസ്റ്റിംഗ് കോളും പിന്നെ ടൈറ്റിൽ ഒരു പ്രൊമോ സോങ് ഉണ്ടായിരുന്നു. അത് രണ്ടും മ്യൂസിക് ചെറിയൊരു സംഭവം അറിയാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്കൊരു ബോണസ് ആയിട്ട് കിട്ടി. ശരിക്കും 2 കണ്ടന്റ് ആയിരുന്നു. ഇന്റർവ്യൂലായി മാത്രമേ ഉള്ളൂ. അപ്പൊ നിഖിൽ രാജ് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം ഇപ്പൊ ഞാൻ ഒപ്പീസ് എന്നുള്ള പടത്തിൽ പാടിയിട്ടുണ്ട് എം ജെ സാറിന്റെ. പിന്നെ ചീരം എന്നുള്ളൊരു പടം ഇറങ്ങാനുണ്ട്. അതില് നമ്മുടെ ഒരു പുതിയ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അഖിലും അതിന്റെ ഭാഗമായിരുന്നു. കോറസ് ഒക്കെ പാടാനുണ്ടായിരുന്നു അവന്. ഞാൻ നിങ്ങളുടെ പാട്ട് കേട്ടുകൊണ്ട് വന്നു. ഒരു പാട്ട് നമുക്ക് പാടാം. അപ്പൊ ഇബ്രുവിന്റെ ചാനലിന് വേണ്ടി, ചാനലിന്റെ പേര് പറഞ്ഞാൽ ESP മീഡിയക്ക് വേണ്ടി, നമ്മുടെ ഒരു ഇബ്രുവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്. അപ്പൊ നമുക്ക് വിദ്യാജിയുടെ പാട്ട് പിടിക്കാം. വിദ്യാജി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കണം. പൊയ്സുള്ള കൂടാതെ കാതിരി നല്ല സോങ് ഉണ്ട്. അത് ഉഗ്ര സോങ് ആണത്. അത് പാടാം. சொல்லக்கூடாது காதலி, பொய் சொன்னால் நீயே காதலி. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீயே காதலி. கண்களால் கண்களில் நியாயமாகிறாய், கைகளால் கைகளில் வெகு மாற்றினார். பொய் ஒன்றே பித்து ஐயோ பித்து கண் ஓடி தேடத்தான் கனவெங்கும் பித்தாய். பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீயே காதலி. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னால் நீயே என் காதலி. അടിപൊളി. താങ്ക് യു. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ എനർജിക് ആയിട്ട് തന്നെ നിന്നിട്ട് പോടാണ് നല്ലത്. മ്യൂസിക് വരാൻ നേരത്ത് ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ മാറും. മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോകും. എത്ര പടത്തിൽ പാടിയിട്ടുണ്ട്? 25-30 പലതിലും പല ചെറിയ ചെറിയ പോർഷൻസും പലതും. എന്റെ ഫസ്റ്റ് പടം രതിനിർവേദമായിരുന്നു. രതിനിർവേദം അതിലെ നാട്ടുവഴിയിലെ അതാണ് പാടാം. അപ്പൊ എം ജെ സാറിന് അതൊരു വലിയ നന്ദി. ഇപ്പം ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ എം ജെ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം പുതിയ പുതിയ പടങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും എല്ലാത്തിൻ്റെയും കമ്പോസിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറ് ഇപ്പൊ 10-15 വർഷമായി സാറിൻ്റെ കൂടെ തന്നെ. 15 കൂടുതലായിടാ. ഇവന്റെ ഇടയ്ക്കിടയ്ക്ക് ഭാഗമാകാറുണ്ട് കോഴ്സ് കാര്യങ്ങളൊക്കെ.
അപ്പോൾ സാറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സാർ എനിക്ക് തന്ന ഫസ്റ്റ് പാട്ട് ഓക്കെ. എൻ്റെ ഇബ്രോൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി അല്ല. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നില്ലായിരുന്നെങ്കിൽ എത്ര പാട്ടുകാരെ നമ്മൾ തിരിച്ചറിയാറുള്ളൂ. മുകിലാടയടിഞ്ഞൊരു മാനം പുഞ്ചിരി തന്നില്ലേ, ചന്ദ്രനിലാവിലലിഞ്ഞൊരു രാവിൻ ചന്തമുറഞ്ഞു